അപ്പോൾ ഈ കപ്പ് നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരെല്ലാം ഈ ടിപ്പ് കാണാനായി വീഡിയോ കാണുക. ഇതുപോലത്തെ കപ്പുണ്ടോ, അഴുക്ക് കപ്പ് നമ്മൾ കളയണമെന്നും പറഞ്ഞ് വെച്ചിരിക്കുന്ന ഇതുപോലത്തെ കപ്പുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനാദ്യമായിട്ട് തന്നെ ഒരു പഴയ ഒരു പാത്രം എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ ടോയ്ലറ്റൊക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇത്രയും ഹാർപ്പിക്ക് ഒഴിക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് സോഡ ചേർക്കാവുന്നത്. നമുക്ക് സോഡ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കാം. ഒരു കമ്പിൻ്റെ സഹായത്തോടെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയായി ഇത് പൊങ്ങി വരുന്നു. സോഡ ഇട്ട കാരണം തന്നെ ഇത് പൊങ്ങി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കപ്പ് എടുക്കാം. ഈ കപ്പ് നമുക്ക് ഒന്ന് നനച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കപ്പിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. നല്ലതായിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം പുരട്ടി കൊടുക്കാം. ആദ്യം നമുക്ക് പുറത്ത് തേക്കാം. തേച്ചൊരു 10 മിനിറ്റ് ഇത് വെക്കണം. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാം പുരട്ടി ഞാനൊരു 10 കുറവെല്ലാം ഞാനത് പുരട്ടി. അതുപോലെ എന്ത് വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വെച്ചതിന് ശേഷം ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ കപ്പ് ഇത് പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അത് ഞാൻ ചകിരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് തേച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. നന്നായിട്ടുണ്ട്. കപ്പ് ക്ലീൻ ആയിട്ടുണ്ട്. കേട്ടോ, നന്നായിട്ട് ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ പോലെ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് ക്ലീൻ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറന്നു പോകുന്നത്.